നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെ ഇത്രയും കാത്തു സൂക്ഷിച്ച് ഈ 2025 വർഷവും കാണുവാൻ കർത്താവ് നമ്മളെ ഇടവരുത്തി. അതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. പോയ വർഷങ്ങളിലെല്ലാം കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. നന്ദിയോട് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഇനിയും ഓരോ വർഷങ്ങളും കാണുവാൻ കർത്താവ് നമുക്ക് തരുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഓരോ ദിനങ്ങളും, ഓരോ മാസങ്ങളും, ഓരോ വർഷങ്ങളും അങ്ങനെ കർത്താവിൻ്റെ ഉള്ളം കയ്യിൽ നമ്മളെ കൊണ്ട് നടക്കുന്ന ആ സ്നേഹത്തിനായി നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. യേശുപ്പച്ചൻ്റെ വചനം സുഭാഷിതൻ്റെ പുസ്തകം 3-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ജ്ഞാനം നേടുന്നവനും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ്. എന്തെന്നാൽ അതുകൊണ്ടുള്ള നേട്ടം വെള്ളിയെയും സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ്. അവൾ രത്നങ്ങളെക്കാൾ അമൂല്യമാണ്. നിങ്ങൾ കാംക്ഷിക്കുന്നതൊന്നും അവൾക്ക് തുല്യമല്ല. അവളുടെ വലത് കൈയിൽ ദീർഘായുസ്സും ഇടത് കൈയിൽ സമ്പത്തും ബഹുമതിയും സ്ഥിതി ചെയ്യുന്നു. അവളുടെ മാർഗങ്ങൾ പ്രസന്നവും സമാധാനപൂർണവുമാണ്. അവളെ കൈവശപ്പെടുത്തുന്നവർക്ക് അവൾ ജീവൻ്റെ വൃക്ഷമാണ്. അവളെ മുറുകെ പിടിക്കുന്നവർ സന്തുഷ്ടരെന്ന് വിളിക്കപ്പെടുന്നു. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ജ്ഞാനം ലഭിക്കുന്നവനാണ് ഭാഗ്യവാൻ. ജ്ഞാനം ലഭിക്കാത്തവന് ഒന്നുമില്ല. ജ്ഞാനം ലഭിക്കുന്നവനെല്ലാം ഉണ്ട്. അതും സ്വർഗീയ പിതാവ് തരുന്ന ജ്ഞാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ജ്ഞാനത്തെ തേടണം. കർത്താവിനോട് നമ്മൾ തേടേണ്ടത് അതാണ്. കർത്താവേ, അറിവും വിവേകവും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ അനുദിനവും അങ്ങയുടെ ജോലി ചെയ്ത് ജീവിക്കുന്ന മക്കളായി മാറട്ടെ. കർത്താവേ, ഈ ലോകത്തിൻ്റെ നന്മകളിലല്ല, അങ്ങയിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. അങ്ങയുടെ വചനമാണ് ഞങ്ങൾക്ക് പ്രഘോഷിക്കേണ്ടത്. ലോകമെമ്പാടും പോയി സകല സൃഷ്ടികളോടും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനുള്ള കൃപയിൽ ഞങ്ങളെ പൊതിയണം അപ്പാ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അപ്പൻ അനുഗ്രഹിക്കണം പിതാവേ. അപ്പൻ്റെ കരങ്ങളിൽ ധാരാളമുണ്ട് പിതാവേ, ഐശ്വര്യമുണ്ട് പിതാവേ, സർവ്വസമ്പത്തുമുണ്ട്, നിലനിൽക്കുന്ന സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടപ്പാ. അപ്പൻ അത് പ്രദാനം ചെയ്യണമേ കർത്താവേ. ഞങ്ങളോട് വിശ്വസിച്ച് പ്രാർത്ഥന ചോദിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പൻ്റെ കൃപയാൽ നിറയ്ക്കണമേ കർത്താവേ. അപ്പന് വേണ്ടി ജോലി ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ 2025 കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിയുന്ന അനുഗ്രഹം ഞങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണം, അനുഗ്രഹിക്കണം, വിശുദ്ധീകരിക്കണം. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ പൊതിയണം കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം എന്നോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന കർത്താവേ, അവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന പിതാവേ. എൻ്റെ പിതാവിൻ്റെ സ്നേഹം കൊണ്ട് അവരെ എല്ലാം മൂടണമേ കർത്താവേ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, കടബാധ്യതയുള്ള മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, ബന്ധന അവസ്ഥയിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, ശത്രു കരങ്ങളിൽ അകപ്പെട്ടു പോയ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, നിൻ്റെ ശത്രുവായ പിശാച് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നെന്ന് ഞങ്ങളോട് പറഞ്ഞ കർത്താവേ, അങ്ങനെയുള്ള ശത്രുവിൻ്റെ കരത്തിലേക്ക് അകപ്പെട്ടു പോയ എല്ലാ മക്കളെയും വീണ്ടെടുക്കണമേ അങ്ങയുടെ കൃപയിൽ പൊതിയണമേ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഓരോ മക്കളുടെ മേലും നിറയ്ക്കണമേ പിതാവേ. ഇന്ന് ഈ ദിവസം കർത്താവേ, ഈ വർഷാദ്യം ഈ ദിവസത്തിൽ കർത്താവേ, ഇന്ന് ചെയ്തിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇനിയും തുടർന്ന് അങ്ങ് ചെയ്യുന്ന നന്മകൾക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും നടക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. അപ്പന് നന്ദിയോട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം, വിശദീകരിക്കണം കർത്താവേ. ഞങ്ങളുടെ അമല ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ വർഷത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അവിടെ ചൊരിയണമേ കർത്താവേ. കഴിഞ്ഞുപോയ വർഷങ്ങളിലെല്ലാം അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇനിയും അങ്ങ് തുടർന്ന് നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടനീളം കടന്നു വരുന്ന ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കർത്താവേ, ദേശങ്ങളിൽ നിന്ന് കടന്നു വരുന്ന മക്കളെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ.
ആ ധ്യാന കേന്ദ്രം വളർന്ന് വലുതാകുവാൻ തക്കവിധം അങ്ങയുടെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ വരുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് പരിശുദ്ധൻ 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 പരിശുദ്ധൻ, ബലവാൻ ശക്തനായ ദൈവം. എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ നിസ്സീമമായ സ്നേഹം കൊണ്ട് എല്ലാവരെയും പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എല്ലാ വ്യക്തി ജീവിതങ്ങളോടൊപ്പം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.